1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 9-ാമത്തെ വാക്യം. എനിക്ക് വലുതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു. ധന്യനായ പൗലോസ്ലീഹ തൻ്റെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്ന വാതിലിനെ കുറിച്ച് വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ്. നമ്മൾ ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് ഈ വചനത്തിൽ നിന്നൊരു സന്ദേശമുണ്ട്. കൺമുമ്പിൽ അടഞ്ഞുപോയ വാതിലുകളുണ്ട്, ഇനി ഒരിക്കലും തുറക്കത്തില്ലെന്ന് പറഞ്ഞ വാതിലുകളുണ്ട്, അടച്ച ശത്രു പൂട്ടിയിട്ട വാതിലുകളുണ്ട്. വാതിൽ അടയപ്പെട്ടത് നിമിത്തം സങ്കടപ്പെട്ട് കരയുന്ന ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ഉള്ളിൽ എന്നും ഒരു ചോദ്യമുണ്ട്: എനിക്ക് മുമ്പിൽ അടയപ്പെട്ട വാതിൽ ആര് തുറന്നു തരും? എന്നാൽ ഇവിടെ ധന്യനായ പൗലോസ്ലീഹ പരിശുദ്ധാത്മ നിയോഗിതനായി കൊരിന്തിലെ സഭയോട് പറയുന്നൊരു കാര്യമാണ്: എനിക്ക് മുമ്പിൽ വലുതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. എന്താണ് ഈ സന്ദേശത്തിൽ നിന്ന് ദൈവത്തിന് സംസാരിക്കാനുള്ളത്? അടഞ്ഞുകിടക്കുന്ന വാതിലും പൂട്ടിയിട്ടിരിക്കുന്ന വാതിലും ശത്രു അടച്ച വാതിലും കൺമുമ്പിൽ വെളിപ്പെട്ട് നിൽക്കേ. നിന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, കാതുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വലുതും സഫലവുമായ ഒരു വാതിൽ നിനക്ക് വേണ്ടി ദൈവം തുറന്നു തരിക. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ഒരു സഭയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുമ്പോൾ അവിടെ ദൈവത്തെക്കുറിച്ച് എഴുതിയിരിക്കുക. ദാവീദിന്റെ താക്കോലുള്ളവനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുക: അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയുകയില്ല, അവൻ അടച്ചാൽ ആർക്കും തുറക്കുവാനും കഴിയുകയില്ല. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, ദൈവം നിനക്ക് വേണ്ടി ചിലത് തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ദൈവം തുറന്നിട്ടാൽ അതിനെ അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല. നമുക്കൊന്നിച്ച് ദൈവത്തോട് പറയാം: കർത്താവേ, എനിക്ക് മുമ്പിൽ വലുതും സഫലവുമായ ഒരു വാതിൽ തുറക്കണം. ചിലരുടെ മുമ്പിൽ യാത്രകൾ ഒരുങ്ങപ്പെടുന്നു, ചിലരുടെ ഭാവി പദ്ധതികൾ ഒരുങ്ങപ്പെടുന്നു. അല്പദിവസത്തിനുള്ളിൽ നിന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു വാതിൽ നിനക്ക് വേണ്ടി യേശു തുറന്നു തരട്ടെ. അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങളൊന്ന് ചേർത്ത് പിടിച്ച്, കർത്താവേ, എനിക്ക് വലുതും സഫലവുമായ ഒരു വാതിൽ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് മുമ്പിൽ വലുതും സഫലവുമായ ഒരു വാതിൽ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. വലുതും സഫലവുമായ ഒരു വാതിൽ യേശു നിനക്ക് മുമ്പിൽ തുറക്കും. ഗോഡ് ബ്ലസ് യു.